ഇന്ന് ദേ ഞാൻ ഒരു വെളുത്തുള്ളി അച്ചാറാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളക് വട്ടത്തിലരിയണം, ഇഞ്ചിയും ചെറുതായിട്ട് അരിയണം. എന്നിട്ട് നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. വെളുത്തുള്ളി അച്ചാറിന് ഇതേ ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ ഞങ്ങൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിച്ച ശേഷം പച്ചമുളകും ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ, അതൊന്ന് വഴറ്റാട്ടോ. ആദ്യം ഉണക്കമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പച്ചമുളകും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും ഉണക്കമുളകും ചേർത്ത് ആ ഒരു മണം മാറൂല്ലേ, പച്ചമണം മാറുമ്പോൾ നമുക്ക് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടില്ലേ അതെടുത്ത് ചേർക്കാം കേട്ടോ. ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു പച്ചമണം മാറൂലേ, അപ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതേ ചൊറുക്കില്ലേ, ചൊറുക്ക വിനാഗിരി നമുക്ക് ചേർക്കാം കേട്ടോ. എളുപ്പത്തിൽ ഇതേ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇത് തന്നെയല്ലേ, വെളുത്തുള്ളി എപ്പോഴും നമുക്ക് ഉണ്ടാകുമല്ലോ. അപ്പം നല്ലൊരു ശുഭദിനം നേരുന്നു എല്ലാവർക്കും.